ഹായ്. എനിക്കേ ഒരുപാട് വന്നിട്ടുള്ള ക്വയറീസ് ആണ് ഞാൻ കളേഴ്സ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കേക്ക്സിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് കളേഴ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. വേറൊന്നുമല്ല, നമ്മൾ ഈ കേക്ക്സ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പാർട്ടിക്ക് പോയാലും കുട്ടികളാണ് വീണ്ടും വീണ്ടും വന്ന് കേക്ക് ചോദിച്ച് മേടിച്ച് കഴിക്കുന്നത്. എത്ര ഓർഗാനിക് ആണെന്ന് പറഞ്ഞാലും കളേഴ്സ് ദേ ആർ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഡർ വരുമ്പോഴേ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറയും, ബ്രൈറ്റ് കളേഴ്സ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനി ഞാൻ എവിടുന്ന കളേഴ്സ് മേടിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് നമ്മളെ നാട്ടിൽ എറണാകുളത്താണ് എൻ്റെ വീട്. എറണാകുളത്ത് ബേക്കർ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയില്ലേ, അവിടെ നിന്നാണ് ഞാൻ കളേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷെഫ് മാസ്റ്ററിൻ്റെയും മാജിക്കിൻ്റെയും ആ കളേഴ്സൊക്കെയാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരാണ് ചെയ്യാറുണ്ടായിരുന്നത്. അത് തീരുമ്പോൾ ഞാൻ പിന്നെ ആമസോണിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ കളേഴ്സൊക്കെ ഏകദേശം തീരാറായിട്ട് ഒരുപാട് നാളായി നാട്ടിൽ പോയിട്ട്. അപ്പം ഞാൻ കളേഴ്സൊക്കെ തീരാറായപ്പം ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അമലുവിനെ പറ്റി. സ്വീറ്റ് ട്രീറ്റ്സ് ബൈ അമലു. അമലു എനിക്ക് ഒരു ഓൺലൈൻ സൈറ്റിനെ പറ്റി പറഞ്ഞു തന്നു. സ്റ്റഫ് ഫോർ കേക്ക്സ് എന്ന് പറഞ്ഞത് ഗോൾവേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേക്ക് ഷോപ്പാണ്. നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. വിത്തിൻ 2 days അവർ ഡെലിവർ ചെയ്യും കേട്ടോ. കേക്ക് ബോക്സ് ആയാലും എന്ത് സാധനം കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എഡിബിൾ സ്പ്രിങ്കിൾസും അങ്ങനെ ഒരുപാട് നിങ്ങൾ ആ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കമ്പനിയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് ഈ പ്രോഡക്റ്റ്. കളർ മില്ലിൻ്റെ പ്രോഡക്റ്റ് ആട്ടോ ഇത്. ഇത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമെന്ന് ഓർത്തു. കഴിഞ്ഞ ദിവസം ഞാനൊരു കേക്കിൽ അത് യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. സ്മച്ച് പ്രൂഫാണ്, ഒരുപാട് അങ്ങ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കളർ മില്ലിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ കമ്മിങ് ടു എസൻസ് ഞാൻ ഈ വെനില എസൻസ് നമുക്ക് കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ ഡൺസിലും ടെസ്കോയിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 25 ml ഉണ്ട്. നിങ്ങൾ സെയിലൊന്നും ചെയ്യാത്ത ആളൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ഓക്കെയാണ്. പക്ഷേ നിങ്ങളൊരു വലിയൊരു ബിസിനസ്സായിട്ട് നടത്തുവാണ്, നിങ്ങൾക്കൊരു കേറ്ററിംഗ് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേക്ക്സ് ഇങ്ങനെ ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മസ്ഗ്രേവിൽ അക്കൗണ്ട് ഉണ്ടാവണം. മസ്ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്, ഒരുപാട് പേർക്ക് അറിയാം. ഈ മസ്ഗ്രേവിൽ ഏകദേശം 500 ml വെനില എസൻസ് നമുക്കൊരു 8 യൂറോയ്ക്ക് കിട്ടും. അപ്പം അങ്ങനെ അത് ബൾക്കായിട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് കേക്ക് ഓർഡേഴ്സ് ഉള്ളവർക്കും കേട്ടോ ആ ഒരു നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന. പിന്നെ നമ്മൾ കൂടുതലും ഈ നാട്ടിലെ ഫ്ലേവേഴ്സ് അല്ലേ ചെയ്യുന്നത്. അപ്പം നാട്ടിലെ ഫ്ലേവേഴ്സിന്റെ എസൻസ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഞാൻ ബട്ടർ സ്കോച്ചിന്റെ എസൻസ് ഞാൻ ആമസോണിൽ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ബട്ടർ സ്കോച്ചിന്റെ എസൻസ് ആയാലും ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് തന്നെ ഞാൻ തന്നെ പ്രലൈൻ ഉണ്ടാക്കുന്നു, ബട്ടർ സ്കോച്ചിന്റെ സോസ് ഞാൻ ഉണ്ടാക്കുന്നു. അപ്പം തന്നെ ആ കേക്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അത്യാവശ്യം നിങ്ങളിപ്പോൾ നാട്ടിൽ റീസെൻ്റ്ലി പോകുന്ന ഒരാളാണെങ്കിൽ ബേക്കർ സ്ട്രീറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി വേറെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ കേക്ക്സിൻ്റെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ബേക്കർ സ്ട്രീറ്റിൽ പോയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. എസ്പെഷ്യലി ഒരു ബേക്കർ കയറി ചെന്ന് കഴിഞ്ഞാൽ സ്വർഗം എന്ന് പറയത്തില്ലേ, ഒരു 4-5 ഫ്ലോർ ഉണ്ട്. അത് നിറയെ കേക്ക്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. സീ യു സൂൺ. ബൈ.